بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും സുഖ സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഇന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, കുടുംബാദികൾ, ഗുരുനാഥന്മാർ മുതലായ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും അവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 165 അമ്മ സൂറത്തിൽ നിന്നുള്ള അഥവാ നബഅ സൂറത്തിൽ നിന്നുള്ള 10ാമത്തെ ആയത്ത് വരെ നമ്മൾ ഇന്ന് എടുത്തു. ഇന്ന് 11ാമത്തെ ആയത്ത് എടുക്കുന്നത്. ജഅൽന നഹാറ മആശ മുതൽക്ക് തുടങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅൽന النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا നമ്മൾ ആക്കി النهار പകലിനെ മആശ ഉപജീവനം ലഭ്യമാവാനുള്ള ഒരു കാരണമാക്കി, അല്ലെങ്കിൽ ഒരു സമയം ആക്കി നിശ്ചയിച്ചു നാം. പകൽ സമയം ജഅൽനാഹു മുശ്രിക്കൻ മുദിയൻ, പകൽ സമയത്ത് പ്രക്ഷോഭിതമാക്കി. തഫ്സീറ വായിക്കുന്നത് ലിയതമക്കന നാസു, ജനങ്ങൾക്ക് സൗകര്യമാവാൻ വേണ്ടി മിനത്തസറുഫി ഫീഹി, പകലിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, പലയിടത്തും പോവാനും വരുവാനും, പിന്നെ ഉപജീവന മാർഗങ്ങൾ കരസ്ഥമാക്കാനും, ജോലി ചെയ്യാനും കച്ചവടം ചെയ്യാനുമായിട്ട് മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പകൽ സമയത്തെ പ്രക്ഷോഭിതമാക്കി സൗകര്യപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയാം. ഇവര് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു പുനർജന്മത്തെ നിഷേധിക്കുന്ന ആളുകളാണ് മക്കയിലുള്ള മുഫ്സിരിക്കുകൾ, കുഫാറുകൾ എന്ന്. അപ്പോൾ അവര് നിഷേധിക്കുമ്പോൾ അതിനൊക്കെ അള്ളാഹു എടുത്തുദ്ധരിക്കുകയാണ്. അള്ളാഹു ചെയ്ത കാര്യങ്ങൾ, അള്ളാഹു ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അതില് ജഅൽനല്ലൈല ലിബാസവൻ ജഅൽനാ നൗമക്കും സുബാത്ത എന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അല്ല, കഴിഞ്ഞ വീഡിയോ 64. ഇന്ന് ജഅൽന നഹാറ മആശ, പകലിനെ എങ്ങനെ നമ്മൾക്ക് വേണ്ടി അള്ളാഹു സൗകര്യം ചെയ്തു തന്നു എന്നുള്ളതാണ് വിശദമായി ഇപ്പോൾ പറഞ്ഞത്. ഇനി അപ്പോൾ 11, വളരെ ചെറിയ ആയത്തായതുകൊണ്ട് അധികമൊന്നും ഇതിൽ പറയാനില്ല. 2-3 വാക്കുകളായാൽ ഒരു ആയത്തായി. ജഅൽന നഹാറ മആശ, 3 വാക്കിന്റെ അർത്ഥമേ പറയാനുള്ളൂ. പിന്നെ വിശദീകരണം പറയണം. വബനൈന ഫൗഖക്കും സബ്അൻ ശിദാദ, 12ാമത്തെ ആയത്ത്. വബനൈന, നമ്മൾ നിർമ്മിച്ചു, ഫൗഖക്കും നിങ്ങളുടെ മീതെയായിട്ട്, സബ്അൻ 7 ആകാശങ്ങളെ, ശിദാദ ശക്തമായ ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയായ ഒരു പിന്നെ നിർമ്മാണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആകാശത്തെ നിർമ്മിക്കുക എന്ന് പറഞ്ഞത്, ആകാശത്തെ നിർമ്മിക്കൽ വളരെയധികം ശക്തമായ ഒരു നിർമ്മാണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് തഫ്സീറിൽ പറയുന്ന ബനൈന ഫൗഖക്കും അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങൾക്ക് മീതെയായിട്ട് നമ്മൾ നിർമ്മിച്ചു, സബ്അ സമാവാത്തിൻ 7 ആകാശങ്ങളെ, മുഹക്കമത്തുൽ ഖൽഖി ബദിയത്തു സുൻഇ, നിർമ്മാണം വളരെ ആശ്ചര്യകരമായതാണത്. വളരെ പിന്നെ സൃഷ്ടിയാണെങ്കിൽ വളരെ ഉറപ്പുള്ളതുമാണ്. വലാ തതഅസ്സറു ബിമുറൂറിൽ ഉസ്സൂരി വൽ അസ്മാനി, കാലപ്പഴക്കം ഇതിനെ ഒരു നിലക്കും ബാധിക്കില്ല. എത്ര ലക്ഷം കൊല്ലങ്ങൾ കഴിഞ്ഞാലും ഈ ആകാശത്തിന് ഒരു മെയിൻ്റനൻസ് നടത്തണമല്ലോ, അതിനുള്ള ഒന്നും സംഭവിക്കില്ല. ഒന്നുകിൽ വേട്ടോ പൊളിവോ എന്തെങ്കിലും അങ്ങനെ ഒന്നും
കാണാൻ കഴിയില്ല. അൽ തറ മിൻ ഫുത്തൂർ എന്ന് പിന്നെ മുൽക്ക് സൂറത്തില് സുമർജൽ ബസറ കറത്തനി എങ്കലിബിലേക്കൽ ബസറോ ഹാസ്യമോ ഹാസിർ അൽ തറാമിൻ ഫുത്തൂർ, എന്തെങ്കിലും നീ ആകാശത്തേക്ക് നോക്ക്, എന്തെങ്കിലും കുറവുകൾ അവിടെ കാണുന്നുണ്ടോ, വല്ല പൊട്ടലോ പൊളിവോ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അതിൽ പറഞ്ഞിട്ടുണ്ട് ആകാശത്തെ നിർമ്മാണത്തെ സംബന്ധിച്ച്. അപ്പോ 7 ആകാശങ്ങളും ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് കാലപ്പഴക്കം കൊണ്ട് അതിന് യാതൊരു മെയിൻ്റനൻസും വരില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു കേടുപാടുകൾ വരില്ല. പിന്നെ അങ്ങനെയുള്ള ഒരു നിർമ്മാണമാണ് അള്ളാഹുവിന്റെ നിർമ്മാണം. വളരെ ആശ്ചര്യകരമാണ്. ഇത് ഒരു തൂണില്ലാതെ നിർത്തിയിരിക്കുകയാണ് ഈ ആകാശത്തെ എന്നല്ലേ പറഞ്ഞത്. വൈരി അമദിൻ തറൂനഹ, നോക്കിയാൽ കാണുന്ന ഒരു തൂണുമില്ല. എന്തൊരു മേലെ ഒരു സാധനം നിർമ്മിച്ചു നിർത്തുമ്പോൾ, നമ്മളിപ്പോ ഒരു ബിൽഡിങ് നിർമ്മിച്ചു അത് നിർത്തിയിരിക്കുകയാണെങ്കിൽ എത്ര തൂണുകൾ വേണ്ടി വരും. അള്ളാഹു ആകാശ ലോകത്തെ സൃഷ്ടിച്ചു ഈ നിലക്കൊക്കെ നിർത്തിപ്പോയി. അതിന് യാതൊരുവിധ കാലപ്പഴക്കം ഒരു നിലക്കും അതിനെ ബാധിക്കില്ല. ഇതെല്ലാം അള്ളാഹുവിന്റെ കുദറത്ത് കൊണ്ട് ചെയ്തതാണ്. എന്നിരിക്കെ നിങ്ങളെ പോലെയുള്ള ജനങ്ങളെ ഒന്നും കൂടി ഹയാത്താക്കാൻ അള്ളാഹ്ക്ക് എന്താ ഒരു പ്രയാസമുള്ളത് എന്നുള്ളത് ചിന്തിക്കണം നിങ്ങൾ എന്നാണ് അവരോട് ഈ പിന്നെ പുനർജന്മത്തെ നിഷേധിക്കുന്നവരോട് പറയാനുള്ളത്. അത് വളരെയധികം ചിന്തിക്കേണ്ട കാര്യം. ഹലക്കനാഹാബി കുതിരത്തിന, ഇതിനൊക്കെ നമ്മൾ സൃഷ്ടിച്ചത് നമ്മുടെ കുതിരത്ത് കൊണ്ടാണ്. തെക്കൂന കസഖഫിദില്ലറില്, ഭൂമിക്ക് ഒരു മേൽപ്പുരയാകാൻ വേണ്ടിയിട്ടാണ് അതിനെ അള്ളാഹു അങ്ങനെ ആക്കിയിട്ടുള്ളത്. ഇല്ല വജാലിന, വേറെ ആയത്തിലല്ല പറഞ്ഞിട്ടുള്ളത് വജാലിന സമാ സഖഫൻ മഹ്ഫൂദ വസ്സമാ ബനൈനാഹാ ബിഅയ്ദിൻ വഇന്നാ ലമൂസിഊൻ, ആകാശത്ത് നമ്മൾ നിർമ്മിച്ചു നമ്മുടെ കൈകൊണ്ട്. വഇന്നാ ലമൂസിഊൻ, അതിനെ വീണ്ടും വിശാലപ്പെടുത്തും നമ്മൾ എന്നൊക്കെ ഉള്ള ആയത്തുകൾ പലയിടത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ആയത്ത് മുൽക്ക് സൂറത്തിലുള്ളതാണ്. പിന്നെ ഇങ്ങനെ ആകാശങ്ങൾ സൃഷ്ടിച്ചിട്ട് 13-ാമത്തെ ആയത്തിൽ പറയുന്നവ ജഅൽനാ സിറാജൻ വഹാജ, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കിനെ അള്ളാഹു നിർമ്മിച്ചു, അള്ളാഹു ആകാശത്ത് ഉണ്ടാക്കി. ജഅൽനാ, നമ്മളാക്കി, സിറാജൻ, വിളക്കിനെ. ആ വിളക്കേതാ? സൂര്യനെ. സൂര്യനെ അള്ളാഹു നിശ്ചയിച്ചു. വഹാജ, സൂര്യൻ പിന്നെ വളരെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അൻഷൈനാലക്കും ശംസം മുനീറത്തൻ, പ്രകാശിക്കുന്ന സൂര്യനെ നമ്മൾ ഉണ്ടാക്കി ആകാശത്ത്. യതവഹജു ദൗറുഹ, അതിന്റെ പ്രകാശം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭൂമിയിലുള്ളവർക്കായി. അത് എപ്പോഴും വളരെ ചൂട് നല്ല ചൂടും നിലനിൽക്കുന്നതാണ്. ആ നല്ല ചൂടുണ്ട്, നല്ല പ്രകാശമുണ്ട്. ചൂടില്ലെങ്കിൽ, സൂര്യന്റെ ചൂട് ഏറ്റിട്ടുണ്ടെങ്കിൽ ഇവിടെ സസ്യാദികളൊന്നും വേണ്ട വിധത്തില്, മനുഷ്യന്റെ ആരോഗ്യത്തിനും പിന്നെ സൂര്യന്റെ ചൂട് ആവശ്യമാണ്. പിന്നെ സസ്യാദികള് വളർന്ന് വലുതായി പുഷ്പിച്ചു വരാനും, അല്ലെങ്കിൽ അത് വളർന്ന് മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിലാവാനും സൂര്യന്റെ ചൂട് ആവശ്യമാണ്. ആ സൂര്യൻ ചൂടിന് തരുന്നു, പ്രകാശം തരുന്നു. പ്രകാശം കാരണമായിട്ടാണ് നമ്മൾ പകലുണ്ടാവുന്നതും മറ്റുമൊക്കെ. ഈ സൂര്യൻ ലോകത്തുള്ള ജനങ്ങൾക്കൊട്ടാകെ ഫലപ്പെടുന്ന വിധത്തിലാണ് അള്ളാഹു അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിനൊന്നും ഒരു മെയിൻ്റനൻസും വരുന്നില്ല. അതല്ല ഇതിൽ കാര്യമായിട്ട് നമുക്ക് ചിന്തിക്കാറുണ്ട്. ഒരു സാധനം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടായിട്ട് കേടുപാടുകൾ ഉണ്ടായി ഉപയോഗിക്കുന്നതോറും കേടുപാടുകൾ വരും. അപ്പോൾ അതിന് ഒരു മെയിൻ്റനൻസ് ആവശ്യമാണ്. ഇങ്ങനെയുള്ള ഒരു മെയിൻ്റനൻസും ആവശ്യമില്ല. വല്ലസ്മാൻ, കാലപ്പഴക്കം കൊണ്ട് ഒന്നും വരാൻ പോണില്ല, ഒരു കേടുപാടും വരാൻ പോണില്ല. പക്ഷേ കേടുപാടുകൾ വരും. ആ കേടുപാടുകൾ വരുന്നത് എന്നാണ് എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. അതൊക്കെ യവനാളായാൽ ഇതെല്ലാം ഈ സിസ്റ്റമൊക്കെ താറുമാറാകും. അത് വേറെ സംസാരിക്കാം. പിന്നെ ആകാശത്ത് നിന്ന് എന്താ പിന്നെ അള്ളാഹു ചെയ്യുന്നത്? നമ്മൾ ഇറക്കി മിനൽ മുഅസ്സിറാത്തി,
കാർമേഘങ്ങളിൽ നിന്ന് മാഅൻ സജ്ജാജൻ കുത്തിച്ചൊരിയുന്ന വെള്ളത്തെ. മുഅസ്സിറാത്ത് എന്ന് പറഞ്ഞാല് മേഘങ്ങളാണ്. മേഘങ്ങൾ പിഴിഞ്ഞെടുത്തിട്ട് വരുന്ന വെള്ളം പോലെ. മുഅസ്സിറാത്ത് എന്ന് പറഞ്ഞാൽ അസീർ എന്ന് പറഞ്ഞാൽ ജ്യൂസിനെ പറയാം അസീർ എന്ന്. അസീർ വേറുള്ളപ്പോൾ നാരങ്ങ ഓറഞ്ച് ജ്യൂസാണ് വേണ്ടതെങ്കിൽ ഓറഞ്ച് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ജ്യൂസ് കിട്ടുന്നത്. അതുപോലെ മുഅസ്സിറാത്ത് എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞെടുക്കപ്പെട്ട സാധനം. എന്തിനെ പിഴിഞ്ഞെടുത്തു? മേഘത്തെ പിഴിഞ്ഞെടുത്ത് അതിൽ നിന്ന് കിട്ടിയ വെള്ളമാണ് നമ്മൾക്ക് മഴയായിട്ട് വർഷിക്കുന്നത് എന്നർത്ഥം. അങ്ങനെയാണ് ഇവിടെ തശ്ബീഹ് ആക്കിയിട്ടുള്ളത്, സാദൃശ്യമാക്കിയിട്ടുള്ളത്. സാദൃശ്യം, തശ്ബീഹ്, ഇസ്തിആറത്ത് എന്നൊക്കെ പറയുന്നത് മജാസ്, കിനായത്ത് ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ഈ ഭാഷയിലുള്ള സാഹിത്യത്തിന്റെ ഒരു ഭാഗമാണ്. അത് എല്ലാ ഭാഷയിലും വെവ്വേറെ പേരുകളാണ് എന്നുള്ള അറബി സാഹിത്യത്തിലുള്ള പേരുകളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. മലയാളത്തിലാണെങ്കിൽ ഒരു അലങ്കാരം, രൂപകാലങ്കാരം ഇങ്ങനെ പലതുമുണ്ട്. പിന്നെ ഇംഗ്ലീഷിലാണെങ്കിലും ഉണ്ട്. അത് എല്ലാ ഭാഷയിലും സാഹിത്യം എന്ന് പറഞ്ഞിട്ട് സാഹിത്യ രീതിയിലുള്ള ഭാഷയില് അങ്ങനെ ഉണ്ട് സാഹിത്യം എന്നുള്ള. അപ്പോ അതനുസരിച്ച് പ്രയോഗത്തിൽ വരും. റംസല്ലാമിനൽ മുഅസ്സിറാത്തി സജ്ജാജ, കാർമേഘങ്ങളിൽ നിന്ന് അല്ലാഹു തആല വർഷിപ്പിച്ചു മാഅൻ സജ്ജാജ, കുത്തിച്ചൊരിയുന്ന മഴയെ അല്ലെങ്കിൽ കുത്തിച്ചൊരിയുന്ന വെള്ളത്തെ. അൻസൽനാ മിനസ് സുഹ്ബി അല്ലത്തി ഹാന വഖ്തു ഇംതാരിഹ, മഴ പെയ്യാനടുത്ത മേഘങ്ങൾ, അതാണ് കാർമേഘം എന്ന് പറഞ്ഞത്. അതിൽ നിന്ന് അല്ലാഹു തആല ഇറക്കി മാഅൻ ദാഫിഖൻ മുൻഹമിറൻ ബിശിദ്ദത്തിൻ വ ഖുവ്വത്തിൻ, ശക്തിയായ നിലയിൽ കുത്തിച്ചൊരിയുന്ന മഴ അല്ലാഹു തആല ഇറക്കി. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വ നബാത, അത് 15-ാമത്തെ ആയത്ത്. ലിനുഖ്രിജ ബിഹി, ഈ വെള്ളം കൊണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഹബ്ബൻ ധാന്യത്തെയും നബാത്തൻ സസ്യങ്ങളെയും. ധാന്യവും സസ്യവും മാത്രം എടുത്ത് പറഞ്ഞത്, കുറേശ്ശെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും എടുത്തു പറയുന്നത്. വൃക്ഷങ്ങളുണ്ട്, കൃഷിയുണ്ട്, എല്ലാ കാര്യങ്ങളും മഴ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ പറയണില്ല. ലിനുഖ്രിജ ബിഹി, അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഹബ്ബൻ ധാന്യത്തെ, വനബാത്തൻ സസ്യാദികളെയും. അപ്പൊ ധാന്യവും സസ്യാദികളുണ്ടെങ്കിൽ ആ സസ്യാദികൾ എന്ന് പറഞ്ഞാൽ കൃഷി. ലിനുഖ്രിജ ബി ഹാദൽമായി, ഈ വെള്ളം കൊണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അൻവാഉൽ ഹുബൂബി, ധാന്യത്തിന്റെ പലജാതി ധാന്യങ്ങള്, വിത്തുകള്, വസ്റുഉ കൃഷിയും, അല്ലത്തി തമ്പുത്തു ഫിൽ അർളി ഗദാഅൻ, ഭൂമിയിൽ മുളച്ചുണ്ടായിട്ട് നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് ഇന്നതെന്ന് എണ്ണി പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാമത്. പിന്നെ ജീവജാലങ്ങളും ഹയവാൻ, ജീവജാലങ്ങളും ഭക്ഷിക്കുകയും അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ നമ്മള് ഈ കാലികളാണെങ്കിൽ സസ്യാദികള് പുല്ലും ഇതൊക്കെ മേഞ്ഞ് തിന്നുന്നതാണല്ലോ സസ്യാദികള്, കാലികള്. അപ്പോ അങ്ങനെ ചില ജീവനുള്ള എല്ലാ സാധനങ്ങളും അവർക്ക് തിന്നാനുള്ളതും എല്ലാം ഈ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മനുഷ്യന് ഭക്ഷിക്കാനുള്ളതും എല്ലാ സാധനങ്ങളും. അപ്പൊ ലിനുഖ്രിജ ബിഹി, ഈ വെള്ളം കൊണ്ട് നാം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഹബ്ബൻ ധാന്യത്തെയും വനബാത്തൻ സസ്യാദികളെയും. പിന്നെ 16-ാമത്തെ ആയത്ത് വജന്നാത്തിൻ അൽഫാഫ, 2 വാക്കുള്ള ഒരായത്താണ്. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാത്തിൻ അൽഫാഫ. ജന്നാത്ത് എന്ന് പറഞ്ഞാൽ തോട്ടങ്ങള്, ബസാത്തീനെ ഹദായിഖ് എന്നൊക്കെ പറയാം. അൽഫാഫ തിങ്ങി വളരുന്ന തോട്ടങ്ങൾ. തിങ്ങി വളരുന്ന ഇങ്ങനെ വൃക്ഷങ്ങളാൽ തിങ്ങിയത്, വൃക്ഷങ്ങളും അതിങ്ങനെ വലിയ വലിയ വൃക്ഷങ്ങള്, അതിൻ്റെ ചില്ലകളും കൊമ്പുകളും ഒക്കെ ഇങ്ങനെ അങ്ങുമിങ്ങും ചേർന്ന് നിൽക്കുന്ന ജാതി. അപ്പോ തിങ്ങി വളരുന്ന എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തിങ്ങി വളരുന്നതെന്ന് പറയുന്നത്. അൽഫാഫ തിങ്ങി വളരുന്നത്.
ഹദായിക്ക വ ബസാത്തീൻ. തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ ബസാത്തീന് ഹദായിക്ക എന്നുള്ളതാണ്. കസീറത്തുൽ അഷ്ജാരി, ധാരാളം വൃക്ഷങ്ങളുള്ള. വല്ലവസാനം മുൽത്തഫത്തും ബാലുഹാലാബാദെന്ന് കസരത്തി അവസാനിയാവ തക്കാറുബി അഷ്ജാരിയ. വൃക്ഷങ്ങളൊക്കെ അടുത്തടുത്തായിട്ട് ഇടകലർന്ന് വല്ലാതെ വളർന്നുണ്ടായ തിങ്ങി നിറഞ്ഞ തോട്ടങ്ങൾ. അങ്ങനെയുള്ള തോട്ടങ്ങളൊക്കെ അള്ളാഹു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി. ഇതെല്ലാം അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടുള്ള ഇതാണ്. ഇങ്ങനെ 9 തെളിവുകളാണ് ഇപ്പോൾ അള്ളാഹു തആല പറഞ്ഞത്. ഇതെല്ലാം ഇതുവരെയുള്ള 16 ആയത്തുകളിലായിട്ട് അള്ളാഹു പറഞ്ഞു. അത് എവിടെ മുതൽക്ക നമ്മൾ പിന്നെ അലം നജാലിൽ അർള മിഹാദ വൽ ജിബാല ഔത്താദ എന്ന് പറഞ്ഞ് അവിടെ മുതൽക്ക് 9 ദലീലുകളാണ്, അദില്ലത്തുകളാണ്, തെളിവുകളാണ് അള്ളാഹു തആലയുടെ ഖുദ്റത്തിനെ സംബന്ധിച്ച് ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുമെന്ത്, ഇതെല്ലാം അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടാണ് അള്ളാഹു ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള അള്ളാഹുവിന് മനുഷ്യരായ നിങ്ങളെ പടക്കുവാൻ, ഒന്നും കൂടി സൃഷ്ടിക്കുവാൻ, മരിച്ചുപോയ മനുഷ്യരെ ഒന്നും കൂടി ഹയാത്താക്കുവാൻ, അവർക്ക് പുനർജന്മം നൽകുവാൻ, ഇതൊന്നും അള്ളാഹ്ക്ക് ഒരു പ്രയാസമുള്ള കാര്യമല്ല എന്നുള്ളത് വളരെ വേഗത്തിൽ മനസ്സിലാവുന്ന കാര്യമാണ്. അത് മനസ്സിലായാലും മനസ്സിലാവാത്ത പോലെ അവര് സുമ്മും മഞ്ഞാനുമായിട്ട് എന്നാണ് നമുക്കതിൽ പറയാനുള്ളത്. സുമ്മം മഞ്ഞാന എന്ന് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. ആ സുമ്മും മഞ്ഞാനുമായിട്ട്, അന്തരും പതിരനുമായിട്ട് അഭിനയിച്ചുകൊണ്ട് അവരൊന്നും മനസ്സിലാവാത്ത നിലയ്ക്ക് നീങ്ങുകയാണ് മക്കയിലുള്ള മുശ്രിക്കുകൾ. ആ മക്കയിലുള്ള മുശ്രിക്കുകളെ നമ്മൾ നേരെ ഇത് അവർക്ക് ഇറങ്ങിയതാണെങ്കിലും നമ്മൾക്ക് നേരെ ഇന്ന് ധാരാളം കാര്യങ്ങൾ സംബന്ധിച്ച് പറയാനുണ്ട്. ഈ പുനർജന്മത്തെ നിഷേധിക്കുന്ന ആളുകൾ ഇന്നും മോശമല്ല, കണ്ടമാനം ആളുകളുണ്ട്. അത് പിന്നെ മുസ്ലിം നാമധാരികളുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അവിശ്വാസികൾ പല മതക്കാരും അങ്ങനെ അവിശ്വാസം വെച്ച് പുലർത്തുന്നെങ്കിലും അതില് നമുക്ക് ദുഃഖിക്കാനില്ല. പക്ഷേ നാമധാരികളായ മുസ്ലിം നാമധാരികളായ മുസ്ലിം എന്ന് അവരെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല. കാരണം അള്ളാഹുവിന്റെ പുനർജന്മത്തെ നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ഇസ്ലാമാണ് അവനുള്ളത്? അവൻ ഇസ്ലാം എന്ന പേരിൽ സംസാരിക്കാൻ തന്നെ അർഹതയില്ല. എങ്കിലും അവരെല്ലാം പഠിച്ച ആളുകളാവാം, പഠിക്കാത്തവരാവാം. അവർക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ എന്തും പറയാൻ പറ്റും എന്നുള്ള ധൈര്യം, അത് വലിയൊരു ധൈര്യമാണ് കേട്ടോ. പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ എവിടെ നിന്നിട്ടും എന്തും വിളിച്ചു പറയാൻ അവർക്ക് കഴിയും. അങ്ങനെ കഴിയുന്ന ആളുകള് അവര് വല്ലാതെ ചില ആളുകൾ ഇസ്ലാമിനെ വല്ലാതെ കുത്തിപ്പറയുന്ന ആളുകളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ ഒരു അവകാശവുമില്ല. അവരും ചിന്തിച്ചു നോക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ സർവ്വതമത സത്യവാദം എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം എന്തുകൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എത്ര ആലോചിച്ചിട്ടും അതിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം അവര് ഈ എല്ലാത്തിനെയും ആക്ഷേപിച്ച് സംസാരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു അസലുണ്ടാവണം എന്നുള്ളത് നമ്മൾ പറയണില്ല. അവർക്ക് അതിനുള്ളൊരു തെളിവ് വേണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അവർക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവർക്ക് ആ വിഷയത്തിൽ അറിവില്ലാതെ എല്ലാ അറിവും കൂടിയിട്ടാണ്. അതിന് ഏറ്റവും വലിയ ഒരു സൗകര്യം ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്, എല്ലാവർക്കും പ്രസംഗം പരിചയം ഉണ്ടാവില്ലല്ലോ. പ്രസംഗം പരിചയമുള്ള ആളുകളാണ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളായിട്ട് വരുമ്പോൾ എന്തും എവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാലും അതിനെ പറ്റിയ ആളുകളുടെ സപ്പോർട്ട് അവർക്കുണ്ടാവും. അത്രേ അതിലുള്ളൂ, അത്രയാണ് മനസ്സിലാക്കുന്നുള്ളൂ. അല്ലാതെ അവർ പറയുന്നതിൽ ഒരു അംശം പോലും സത്യസന്ധമായിട്ടല്ല അവർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്
നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. മറ്റൊന്നും ഇതിൽ പറയാനില്ല. കാരണം പുനർജന്മത്തെ നിഷേധിക്കുന്നവര് ഈ വിഗ്രഹാരാധകർ മാത്രമല്ല, ഈ മുസ്ലിം നാമധാരികളായ പല ആളുകളും അങ്ങനെ അത് പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ സദസ്സിൽ പ്രസംഗിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. അതൊക്കെ അവരുടെ വിവരക്കുറവ് എന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോടുള്ള വൈരാഗ്യം കൊണ്ടാണ്. ഇത്ര പറയാനുള്ളത്. അപ്പോ ഈ പുനർജന്മത്തെ നിഷേധിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം തെളിവുകളൊക്കെ നിരത്തിയിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള അള്ളാഹുവിന് നിങ്ങളെ ഒന്നും കൂടി ജീവിപ്പിക്കാൻ എന്താണ് പ്രശ്നമുള്ളത്? ഒരു വിഷമമില്ലല്ലോ, ഒരു പ്രശ്നമില്ല, ഒരു വിഷമമില്ല. അത് നിങ്ങൾ ചിന്തിക്കണം എന്നാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് 9 തെളിവുകളിവിടെ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയുള്ള അള്ളാഹുവിന് അവൻ ബായസിനെയും യഹ്യാനും കഴിവുണ്ട്, പുനർജന്മത്തിനും നിങ്ങളെല്ലാം നിങ്ങളുടെ പിന്നെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാനും അള്ളാഹുവിന് കഴിയും എന്ന് പറഞ്ഞിട്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. എന്നിട്ട് അതിന് ശേഷമായിട്ട് അല്ല പറയാണ്, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത. 17-ാമത്തെ ആയത്താണത്. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത. യൗമുൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുന്ന ദിവസം. എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ആർക്ക് എന്തെല്ലാം പ്രതിഫലം കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്തത്, എന്തൊക്കെയാണ്, ആ ചെയ്തതിനുള്ള ശിക്ഷ എന്താണ്, അതിന്റെ പ്രതിഫലം എന്താണ് എന്നൊക്കെ തീരുമാനിക്കുന്ന ദിവസമാണ് യൗമുൽ ഫസ്ല് എന്ന് പറഞ്ഞാൽ. അത് കാന മീഖാത്ത. ഇന്ന യൗമുൽ ഫസ്ലി, കാര്യങ്ങളെ തീരുമാനിക്കുന്ന ദിവസം, കാന മീഖാത്ത, അത് സമയം നിർണയിക്കപ്പെട്ടതായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന യൗമൽ ജസാഇ വൽ ഹിസാബി, വിചാരണയുടെയും പ്രതിഫലം നൽകുന്നതും ദിവസം യൗമുൽ ഫസ്ൽ. യൗമുൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ യൗമുൽ ഫസ്ലി ബൈനൽ ഖലായിഖ്, സൃഷ്ടികളുടെ ഇടയിൽ തീരുമാനം എടുക്കേണ്ട ദിവസം. ആ ദിവസം ഖിയാമത്ത് നാളാണ്. ലഹു വഖ്തും മഹ്ദൂദൻ, അതിന് തീരുമാനിക്കപ്പെട്ട ഒരു ദിവസമുണ്ട്. അള്ളാഹുവിന്റെ ഇൽമിൽ, അള്ളാഹുവിന്റെ ഖലായിൽ അതിന് തീരുമാനിക്കപ്പെട്ട ഒരു സമയവും ഒരു ദിവസവും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ലാ യതഖദ്ദമു വലാ യതഅഖർ. അത് കുറച്ചങ്ങോട്ട് മുന്നോട്ട് നേരത്തെ ആവുകയോ അതല്ലെങ്കിൽ അത് ആ സമയത്ത് നടക്കാതെ മാറ്റിവെക്കുകയോ ചെയ്യപ്പെടുന്നതല്ല. ദാലിക യൗമുൻ മജ്മൂഉൻ ലഹുന്നാസ് വദാലിക യൗമുൻ മശ്ഹൂർ വമാ നുഅഖിറുഹു ഇല്ലാ ലിഅജ്ലിൻ മഅദൂദ്. ആയത്തുകളാണ് പറഞ്ഞത്, വേറെ ആയത്തുകളാണ്. 18-ാമത്തെ ആയത്തിൽ യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. ഇനി ആണ്, ഇവിടെയാണ് ഈ കാഹളത്തിൽ ഊതുന്ന ദിവസം. അപ്പൊ എല്ലാവരും കൂടി ഇതാ പുനർജന്മം ഇവിടെ നടക്കാൻ പോവുകയാണ് കേട്ടാ. യൗമ യുൻഫഖു ഫിസ്സൂരി, സൂറിൽ ഊതപ്പെടുന്ന ദിവസം. സൂറിൽ ഊതപ്പെടുന്ന ദിവസം ഏതാ? ഖിയാമത്താണ്. 1-ാമത്തെ ഊത്തിൽ എല്ലാ ചരാചരങ്ങളും മരിച്ചു പോകും, നശിച്ചു പോകും. അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളും മരിച്ചു പോകും. 2-ാമത്തെ ഊത്തിൽ അവിടെയാണ് ബഅസിന് വേണ്ടിയുള്ള ഊത്താണത്. ഈ ഊത്ത് ഊതിക്കഴിഞ്ഞാൽ ഇസ്രാഫിൽ അലൈഹിസ്സലാമിന് അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്കാണ്. ആ ഉത്തരവാദിത്തമാണ് ഇസ്രാഫിൽ അലൈഹിസ്സലാമിന് നൽകിയിട്ടുള്ളത്. ഓരോ മലക്കുകൾക്കും അള്ളാഹു ഓരോ ജോലികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഇസ്രാഫിൽ അലൈഹിസ്സലാമിന് നിശ്ചയിക്കപ്പെട്ട ജോലി ഖിയാമത്ത് നാളിൽ സൂറിൽ ഊതുക. സൂറിൽ ഊതുക എന്ന് പറഞ്ഞാൽ ആ ഊത്ത് വല്ലാത്ത ഊത്താണ്. അള്ളാഹുവെ, ആ ഊത്ത് ഊതിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും മരിച്ചു പോവുക, എല്ലാ ജീവജാലങ്ങളും മരിച്ചു പോവുക. ലോകത്തുള്ള എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം നശിച്ചു പോവുകയാണ്. 2-ാമത്തെ ഊത്ത് ഊതിയാലോ? 2-ാമത്തെ ഊത്ത് ഊതിക്കഴിഞ്ഞാൽ ഈ മരിച്ചവരെല്ലാം ഖബറിൽ നിന്ന് എഴുന്നേൽക്കും.
അപ്പൊ അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് യൗമയും സൂറിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങളെല്ലാവരും വരും അഫ്വാജ സംഘം സംഘങ്ങളായിട്ട്, ജമാഅത്തിൻ സംഘം സംഘങ്ങളായിട്ട്, സുമറൻ സുമറ സംഘം സംഘങ്ങളായിട്ട്. എന്തിനു വരും? ഖബറിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് വരും. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞു മമ്പായസനാമിൻ മറുക്കതിന, ഞങ്ങളുടെ ഉറക്കിൽ നിന്ന് ഞങ്ങൾ ഉണർത്തിയത് ആരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവരും വരിക എന്ന് നമ്മൾ പറഞ്ഞു. ഇത് നമ്മൾ ആദ്യം എടുത്ത സൂറത്ത് യാസീന്റെ ആ ആയത്ത് വന്ന സ്ഥലത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കെല്ലാം ഇത് എടുത്തു പറയാറുണ്ട്, നമ്മൾ സന്ദർഭോചിതം എടുത്തു പറയാറുണ്ട്. അപ്പോൾ ഈ സൂറിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ മനുഷ്യരെ നിങ്ങളെല്ലാവരും വരും. ആരുടെ ഇവിടെ വരും? എന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ. അഫ്വാജ സംഘം സംഘങ്ങളായിട്ട് നിങ്ങൾ വരും. അപ്പൊ യകൂനുദാലിക യൗമുൻ നുഫിഖ ഫീഹി ഫിസ്സൂരി നഫ്ഖത്തുൽ ഖിയാം മിനൽ ഖുബൂർ. ഖബറിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ഊത്താണ് ഈ ഊതുന്നത്. ഫതഹ്ദുറൂന, അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തൽ ഹാജരാകും. ജമാഅത്തിൻ സംഘം സംഘങ്ങളായിട്ട് ഇങ്ങനെ വരിക. സുമറൻ സുമറ സംഘം സംഘങ്ങളായിട്ട് ലിസാബി വൽ ജസാ, നിങ്ങളെ വിചാരണയ്ക്ക് വേണ്ടി വരികയാണ്, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി വരികയാണ്. അതാണ് അവിടെ നടക്കാൻ പോകുന്നതിന്. അപ്പോ ഈ ദിവസത്തെ സംബന്ധിച്ച് വളരെയധികം ഭയവിഹ്വലമായ ദിവസമാണ്. വളരെയധികം ഭീകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. അല്ലാഹു പറഞ്ഞു ഔസാബദാലിക്കൽ യൗമിർ റഹീബ്, ആ ഭയവിഹ്വലമായ ദിവസത്തിന്റെ വിശേഷണങ്ങൾ. അതാണ് 19-ാമത്തെ ആയത്തിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സംഘം സംഘങ്ങളായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ വരും. എന്നിട്ട് അപ്പൊ അന്ന് നടക്കുന്ന സംഭവങ്ങള് ഈ നേരത്തെ പറഞ്ഞ ആകാശങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു. ബനൈന ഫൗഖക്കും സുബ്ഹാൻ ശിദാദ, 7 ശക്തമായ ആകാശങ്ങളെ സൃഷ്ടിച്ചു. ആ ആകാശത്തിനൊക്കെ ഹൽ തറാമിൻ ഫുത്തൂർ എന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലും പാകപ്പിഴവുകൾ കാണുന്നുണ്ടോ? ആകാശത്തിലേക്ക് നോക്ക്, നീ മേലോട്ട് നോക്ക്, എന്നിട്ട് എന്തെങ്കിലും പാകപ്പിഴവ് കാണാനുണ്ടോ ആകാശത്ത് എന്നുള്ള മനുഷ്യന്റെ ചിന്തയെ, മനുഷ്യന്റെ ബുദ്ധിയെ അവിടെ അള്ളാഹു പറഞ്ഞ് പ്രേരിപ്പിച്ച് നോക്കാൻ വേണ്ടി പറയാണ്, ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ആകാശത്തേക്ക് നോക്ക്, മേലോട്ട് നോക്ക്. സുമർജൽ ബസറ കറത്തേനി എങ്കറിബിലൽ ബസറു ഖാസിയാൻ ഓ ഹസീൻ, നിനക്ക് നോക്കാൻ കഴിയില്ല, നിന്റെ നോട്ടം ക്ഷീണിച്ചു പോകും. ആ നോക്കിയോണ്ട് നിനക്ക് അത് വേണ്ടത്ര മനസ്സിലാവില്ല. എങ്കിലും നീ നോക്ക്, വീണ്ടും വീണ്ടും നോക്ക്, അവിടെ വല്ല പൊട്ടോ പൊടിവോ വല്ലതും കാണാനുണ്ടോ എന്ന്. അങ്ങനെയുള്ള ആകാശം എന്തായിട്ട് അവിടെ വരാൻ പോകുന്നത്? ആകാശങ്ങളെ തുറക്കപ്പെട്ടു. ഫകാനത്ത്, അതായിരിക്കും അബ്വാബ, കവാടങ്ങളായിരിക്കും. എല്ലായിടത്തും ആകാശങ്ങള് എല്ലാം പൊട്ടിപ്പൊളിയ. ശക്തത്തിസമാവും മിങ്കുല്ലി ജാനിക്ക്. ഇന്ന് കാണുന്ന സുന്ദരമായ ആകാശം, ഒരു തൂണില്ലാതെ നിലകൊള്ളുന്ന ആകാശം, യാതൊരു എത്ര വർഷം കഴിഞ്ഞാലും അതിന് ഒരു മെയിൻ്റനൻസ് പോലും ഉണ്ടാവാത്ത ആകാശം, അവിടെ അതിന് എന്തെങ്കിലും പൊട്ടോ പൊളിവോ കാണുന്നുണ്ടോ എന്ന് ഖുർആൻ വെല്ലുവിളിച്ച ആകാശം ഇതിന് സംഭവിക്കാൻ പോവുകയാണ്. അമ്മ സൂറത്തിലെ ബുദ്ധിഹത്യസമാവും അബുവാബ. ആകാശം തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരും വന്ന് തുറക്കുകയല്ല. ആകാശം ഇൻഷിഖാഖുണ്ടാവുക, ആകാശം പൊട്ടിപ്പൊളിയുക എല്ലാ ഭാഗത്തു നിന്നും. നേരത്തെ പറഞ്ഞ ഈ വിശേഷണങ്ങളുള്ള ആകാശം എന്ത് സംഭവിച്ചു? അതിന് പൊട്ടും പൊളിയും സംഭവിക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ഇസ്രാഫീല് സൂറിലൂതി കഴിഞ്ഞു. എല്ലാവരും പിന്നെ ഹിസാബിന് വേണ്ടി, ജസാഇന് വേണ്ടി അള്ളാഹുവിന്റെ അടുത്തേക്ക് വരുന്ന സന്ദർഭം. അങ്ങനെ വരുമ്പോൾ ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയാണ്.
എല്ലാ ഭാഗത്തു നിന്നും ആകാശങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞിട്ട് അതെല്ലാം ഓരോ കവാടങ്ങളായിട്ട് ആളുകൾക്ക് പ്രവേശിക്കുവാനുള്ള കവാടങ്ങളായിട്ട് രൂപാന്തരപ്പെടുക. അത്താക്കാനഫിയ സുദൂറൻ, അവിടെയാണ് പൊട്ടുംപൊളിയും ഒക്കെ കാണപ്പെടുന്നത്. ആ ഈ കവാടങ്ങള്, ചുമരിൽ കവാടങ്ങള് രൂപപ്പെടുന്നത് പോലെയുള്ള ആ കവാടങ്ങള് അവിടെ രൂപപ്പെടുകയാണ്. മീൻ ഹൗലി ദാലിക്കൽ റഹീബിൽ, അതാണ് ഭീകരമായ ദിവസമാണെന്ന്. ആ ദിവസത്തിന്റെ പിന്നെ ഭീകരതയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇദസ്സമാഉൻശഖത്ത് എന്ന്. ആകാശം പൊട്ടി പിളർന്ന ദിവസം എന്നാ പറഞ്ഞത്. പൊട്ടി പിളർന്നിട്ടില്ല, പിളരും എന്നാണ്. അപ്പൊ ഇൻഷഖത്ത് എന്ന് പറഞ്ഞാൽ പൊട്ടി പിളർന്നു കഴിഞ്ഞു. പാസ്റ്റ് ടെൻസ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, മാദിയായ ഫേല ഉപയോഗിച്ചിട്ടുള്ളത്. പൊട്ടി പിളർന്നു കഴിഞ്ഞു എന്നാണ്. അത് പിളർന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് ഉണ്ടാകാൻ പോകുന്ന കാര്യം, ഒരു സംശയമില്ല. അപ്പൊ അത് ഉണ്ടായതുപോലെ പറയുന്നത് ഖുർആന്റെ ഒരു ശൈലിയാണ്, സാഹിത്യത്തിന്റെ ഒരു ഭാഗമാണത്. പിന്നെ അത് മാത്രമല്ല പറഞ്ഞ ആകാശം പൊട്ടിപ്പിളരുക എന്ന് മാത്രമല്ല, അത് പല കവാടങ്ങളായി രൂപപ്പെടുകയാണ്. പിന്നെ സുയ്യിറത്തിൽ ജിബാലു, പർവ്വതങ്ങൾ നടത്തപ്പെടുകയും ചെയ്തു. നടത്തപ്പെട്ടിട്ടില്ല, നടത്തപ്പെടുമെന്ന. അപ്പൊ നടത്തപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുന്നത്, എന്നിട്ട് അതായിത്തീർന്നു സറാബ, മരീചിക പോലെ ആയിത്തീർന്നു. പർവ്വതങ്ങള്, ഇവിടത്തുള്ള പർവ്വതങ്ങൾ എന്ത് ജാതി പർവ്വതങ്ങളൊക്കെ ഉള്ളത്? അലം നജാലില്ല മിഹാദ വൽ ജിബാല ഉത്താദ എന്ന് പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ. പർവ്വതങ്ങളെ ആണികളാക്കിയെന്ന്. ആ പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന വിധത്തിലാവും. എങ്ങനെ പർവ്വതങ്ങൾ സഞ്ചരിക്കുക? പർവ്വതങ്ങളെ അല്ലാഹു തആല ഈ പിന്നെ ധൂളി മാതിരി ആക്കി തീർക്കും. ഒരു പർവ്വതം ഇപ്പോ ഒരു ബോംബ് വർഷത്തിൽ ഒരു ഉറച്ചൊരു കുന്ന് തകിട് പൊടിയാവാൻ നല്ല വിഷമമുണ്ടാകും. ഒരു ബോംബ് വർഷത്തിൽ ആ തകിട് പൊടിയാവും. അതുപോലെ പർവ്വതത്തെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ബോംബാണ് ഇസ്രാഫീലിന്റെ ഊത്ത്. ആ ഊത്ത് നടന്നു കഴിഞ്ഞാൽ എല്ലാ ലോകത്തുള്ള സർവ്വ സാധനങ്ങളും, ആകാശം എന്നല്ല എല്ലാം തകിട് പൊടിയാവുക. സുയ്യിറത്തിൽ ജിബാലു, പർവ്വതങ്ങള് നടത്തപ്പെടുക. അപ്പൊ അങ്ങനെ ധൂളികളായിട്ട് പാറി പറന്നു പോവുക. അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷമായി തീരും പർവ്വതങ്ങൾ. പർവ്വതമായതിനോടുകൂടെ അങ്ങനെ ഉണ്ടാവുമല്ല. പർവ്വതങ്ങൾ ആകെ പൊട്ടിപ്പിളർന്ന് ധൂളികളായി രൂപാന്തരപ്പെടുമ്പോൾ അതെല്ലാം അങ്ങനെ പാറിപ്പറന്ന് പോകാൻ എളുപ്പമായി. അങ്ങനെ സുയ്യിറത്തിൽ ജിബാൽ കാനത്ത് സറാബ, അത് മരീചിക പോലെ തോന്നും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മരീചിക എന്ന് പറഞ്ഞാൽ ചൂടുള്ള സമയത്ത് അകലേക്ക് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ലംഘുന്നത് പോലെ തോന്നും. നല്ല ചൂടുള്ള സമയത്ത്, ഉച്ച സമയത്തൊക്കെ നോക്കിയാൽ അത്, അപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണ്, അത് കാണുന്നവൻ അത് വെള്ളമാണോ എന്ന് സംശയിച്ചു പോവുകയാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ യഥാർത്ഥം കുറച്ചുകൊണ്ട് അടുത്ത് ചെന്ന് നോക്കിയാലോ അവിടെ വെള്ളം കാണില്ല, ഒന്നും കാണപ്പെടാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുക. അപ്പൊ അതുപോലെ അതാണ് സറാബ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈ പർവ്വതങ്ങളെല്ലാം പൊട്ടിപ്പിളർന്ന് ധൂളിയായി പോകുന്നത്. അപ്പൊ അവിടെ ഒരു സാധനത്തിൽ നോക്കിയാൽ കാണില്ല. അതായത് സറാബ് പോലെയാണ്. സറാബ് നോക്കിയാൽ കാണാത്തതുപോലെ, മരീചിക നോക്കിയാൽ കാണാത്തതുപോലെ ഒന്നും കാണപ്പെടില്ല. പർവ്വതത്തിന്റെ ഹാല അതാണ്. ആകാശമാണെങ്കിൽ പൊട്ടിപ്പിളർന്നിട്ട് അത് പല കവാടങ്ങളുമായി രൂപാന്തരപ്പെടുക. അപ്പോ ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങൾ എല്ലാമാണ് പുനർജന്മ നാളിൽ സംഭവിക്കുന്നത്. ഇതെല്ലാം സംഭവിച്ചു എന്നാണ് ഇതിന് പിന്നെ വാചകം കൊടുത്തിട്ടുള്ള സീറ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. സുയ്യിറത്തിൽ ജിബാലു ഫകാനത്ത് സറാബ, സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അത് സംഭവിക്കും എന്നുള്ള ഉറപ്പാണ്, ഒരു സംശയമില്ല. അങ്ങനത്തെ കാര്യങ്ങള് ഈ പിന്നെ പാസ്റ്റൻസ് ഉപയോഗിച്ച് പറയല് ഇതിന്റെ സാഹിത്യത്തിന്റെ ഒരു ഭാഗമാണ്. ഭാഷയിലുണ്ട്, എല്ലാ ഭാഷയിലുണ്ട് അത്തരം പ്രയോഗങ്ങൾ.
അറബി ഭാഷയിലുള്ള പ്രയോഗത്തിൻ്റെ ഒരു വശമാണത്. അങ്ങനെ അപ്പോൾ 20 ആയത്തുകൾ ആണ്. 20ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സുയ്യരത്തിൽ ജിബാലു ഫകാനത്ത് സറാബ. 20 ആയത്തുകൾ കഴിഞ്ഞു. 10 ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ഉണർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം കാണാൻ കഴിയും. അതിൻ്റെ പേരിലാണ് എല്ലാം ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.